അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിറുസത്വ ചങ്ങായിമാർ കൊറിയത്തെ ഉമ്മമാർ ചൊല്ലൊരു ബേജാറായിട്ടിക്കടെ മാപ്പിലായോണ് നിസ്കരിക്കില്ല, മക്കങ്ങ നിസ്കരിക്കില്ല, ചൊന്നു വെടിഞ്ഞു പോയിട്ട് ആയെങ്കിലാവട്ടെ പടച്ചറബുക വേനായിട്ടൊന്ന് സുജൂതിടുകയോ ഒന്ന് നിസ്കരിക്കുകയോ മനസ്സില്ല. അപ്പോൾ ഇതുക്കുള്ള എനിക്കത്തെ ഒരു ആത്മീയമായിട്ടുള്ള പരിഹാരമായിട്ടിക്കടെ ഇൻ്റെ നാദികളൊട്ടിക ചുള്ളത് അല്ലേ. നമുക്ക് എല്ലാവരും കൊണ്ടുണ്ടോ നിസ്കാരം ചൊല്ലെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടിക്കടെ. ഒരാൾ നിസ്കരിക്കില്ലാണ്ട് കണ്ടെങ്കിൽ അയാൾക്കൊരു ബല, അയാൾക്കൊരു നില എന്തും പരിശുദ്ധമായി ഇസ്ലാം കൊടുക്കില്ല. ഒരു നിസ്കരിക്കാത്ത ആൾ ഒരു ഔത്തുലിന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു മജ്ലിസിൽ ഇന്നെങ്കിൽ അല്ലെങ്കിൽ വേറെ ഒരു ഫംഗ്ഷന് വന്നതിന് കണ്ടെങ്കിൽ ബറക്കത്തും ചൊല്ലുന്ന നഷ്ടപ്പെട്ടു പോകണ എനിക്ക് എത്ര അവസ്ഥ. ചില ഔത്തുല ആൾമാർ ചൊല്ലുന്നുണ്ട്, ഈ ഔത്തുല എപ്പോൾ നോക്കിയും കഷ്ടമായിട്ടിക്കടെ, എപ്പോൾ നോക്കിയും ബേജാറ്, എപ്പോൾ നോക്കിയും ടെൻഷനായിട്ടിക്കടെ, ഒരു ബറക്കത്തുമില്ല. കാണന്തേ ഔത്തുൽ നിസ്കരിക്കാത്ത ആൾമാർ ഉണ്ടാണ്ട് ഫസ്റ്റ് ചക്കാക്കണോ. നിസ്കരിക്കാത്ത ആള് നിന്റെ ഔത്തുൽ ഇന്ത്യന് കണ്ടെങ്കിൽ ആ ഔത്തുൽ ബറക്കത്തിക്കല, നെമ്മതിക്കല, സന്തോഷം നീ കാണല. സിഹർ, അയിന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദൃഷ്ടി പോകുന്നത് ഇങ്ങനത്തെ എന്തും നീ നിരിക്കണ്ട. അതുക്കുള്ള മൈനെ കാണ നിസ്കരിക്കാത്തവണ് ഔത്തുലുള്ളതായിട്ട്. അതുകൊണ്ട് നിസ്കാരം ചൊല്ലത് പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് പഠിച്ചോ. ഞങ്ങളെ ഈ ദുനിയാവ് പടക്കുകയില്ലെന്ന് കാണുമെന്ന് ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദു. ഇവിടെ കിടന്നുറങ്ങുക, കലിക്കുക, അല്ലെങ്കിൽ മന്തി എങ്ങനെ ഉണ്ടോ, കബ്സ എങ്ങനെ ഉണ്ട്, അതിലെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട്, ഇതിലെ ടേസ്റ്റ് നോക്കുവാനായിട്ടല്ല, പിന്നെ അള്ളാഹുബേനായിട്ട് ഇബാദത്തെടുക്കുവാനായിട്ട് ഇടിക്കടെ. യജമാനനായ റബ്ബ് ഞങ്ങളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിട്ടില്ല. ആ ഇബാദത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും വലിയ പ്രതിഫലമുള്ളത്, പ്രധാനപ്പെട്ടത് അസ്വല നിസ്കാരമായിട്ടിക്കടെ. അപ്പൊ നിസ്കാരം ചൊല്ലത് അത് ഞങ്ങളുടെ ജീവനത്തെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടിക്കടെ. ഏത് അവസ്ഥയിലും എങ്ങനത്തെ അവസ്ഥയിലും നിസ്കാരപ്പെടുകയായിട്ട് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പാടി തന്നിട്ടില്ല. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മുസ്ലിം കാഫിറല്ലേ ഒരാൾ ജനിക്കടയ്ക്ക് മുന്നോൽ ആലമുൽ അർവാഹിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു കരാറുണ്ടല്ലോ, ബൈനനാ വ ബൈനഹും അസ്വലാ. അതാ ഞങ്ങളെയും കുഫാരിങ്ങളെയും സത്യനിഷേധികളുടെ ഇടയിലുള്ള എനിക്കത്തെ ഡിഫറൻസ് എന്തിനാണ് കേട്ടെങ്കിൽ നിസ്കാരമായിട്ടിക്കട് അല്ലെ. നിസ്കരിക്കാത്തവണോ കാഫിറായിട്ടിക്കട് ചൊന്ന എനിക്കത്തെ ഇമാമിങ്ങൾ ഉള്ളാറ്. അതേ സമയത്ത് ഷാഫി മദ്ഹബ് ചൊല്ല ഒരാൾ നിസ്കരിക്കാത്ത നിസ്കാരത്തെ നിഷേധിക്കണെന്ന് കണ്ടെങ്കിൽ 5 നേരത്തെ നിസ്കാരം ഇല്ല, അത് 3 വഖത്ത് മാത്രമായിട്ടിക്കടുള്ളൂ. അല്ലെങ്കിൽ 4 റക്അത്തുള്ള നിസ്കാരത്തെ അത് 2 റക്അത്ത് 1 റക്അത്ത് മാത്രമായിട്ടിക്കടുള്ളൂ. ഇങ്ങനെ നിസ്കാരത്തെ നിഷേധിക്കണെനിക്കെത്തവളാല് അയാൾ കാഫിറായിട്ടിക്കട്, അയാൾ പരിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളായിട്ടിക്കട്. അതേ സമയത്തിൽ ഒരാൾ നിസ്കരിക്കില്ലാണ്ട് കണ്ടെങ്കിൽ അയാളെ കൊല്ലണം. ഇസ്ലാമിക ഭരണമുള്ള ആടളിത്തമുള്ള എനിക്കെത്തെ ജാഗല് അവിടെ എന്താക്കണം, അയാളെ ശിക്ഷ എന്തെങ്കിൽ അയാളെ കൊല്ലണോട്ടായിട്ട് കൊന്നിട്ടു അതാ അയാളെ മറുപാടി ദഫനാക്കിയാൽ പിന്നെ അതൊരു ബോർഡിനോ ഇത് താരിഖുസ്വല നിസ്കരിക്കാത്ത ആളെ കബറായിട്ടിക്കടേണ്ടിട്ട് അവിടെ ഒരു ബോർഡിനോ കാണണ്ടേ. ഇത്ര ആൾമാർക്ക് അതൊരു പാടാവട്ടായിട്ടിക്കടെ പരിശുദ്ധമായ ഇസ്ലാം പഠിക്കണം. പക്ഷെ ഞങ്ങളുടെ ഇസ്ലാമിക രാഷ്ട്രമല്ല. ഇവിടെ ഞങ്ങൾ എല്ലാവരും ഒട്ടുകൂടിയിട്ടുള്ള എനിക്കത്തെ ഓരോ സർക്കാരായിട്ടിക്കടെ അധികാരമായിട്ടിക്കടെ ഇവിടെ അതുക്കുള്ള എനിക്ക് എത്ര അവസരമാവട്ടെ ഒരു ചാൻസ് ആയിട്ട് അതില്ല. അതേ സമയത്തിൽ ആ നിസ്കാരത്തെ പ്രാധാന്യം എത്ര ഉണ്ടോട്ടെ ഓരോരുത്തരും അർത്ഥാക്കി വെക്കണ എനിക്ക് എത്ര വിഷയമായി. നിസ്കരിക്കാത്തവണക്ക് ഒരു നായുടെ ബല സമയത്ത് ഇല്ലാണ്ടായിരിക്കണം. മഹാനായിട്ടുള്ള ഇമാം ഗസാലി റഹിമഹുല്ല അയാൾ ഒത്തുകൊരു ഗസ്റ്റ് ഒരു വിരുന്തറുണ്ട്. വെറുതെ സമയത്തിൽ ഗസാലി ഇമാം പുറത്തു പോകേണ്ട എന്തോ ഒരു ആവശ്യത്തേക്ക് അയാൾ പുറത്തു പോയിട്ട് നിസ്കരിച്ചിട്ടായിട്ടിക്കട അയാൾ ഔത്തുക പണ്ടത്. ആ സമയത്തിൽ അയാൾ പുറത്തു പോയ സമയത്തിൽ ഈ ഗസ്റ്റ് ഔത്തുൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചനേരം ളുഹർ ബാങ്ക് കൊടുത്ത സമയത്തിൽ ഔത്തുലിലേക്ക് എത്തിയ പെണ്ണിങ്ങ ആ ഗസ്റ്റിൽ ചൊല്ലോ, ഇതാ ബാങ്ക് കൊടുത്തല്ലേ നിങ്ങൾ ഒന്ന് നിസ്കരിച്ചിട്ട് പോറുണ്ട്. അപ്പോൾ ആ വന്ന ഗസ്റ്റ് ഒന്നും നാണ് നിസ്കരിക്കലില്ല, എന്നൊക്കെ നിസ്കരിക്കുന്ന ബുദ്ധിയില്ലാണ്ട്. അപ്പോൾ ആ ഉമ്മ ഔത്തുലിലേക്ക് എത്തിയ പെണ്ണിങ്ങ നിരിക്കേ ഞാൻ എങ്ങനെയായിട്ടിക്കടെ ഈ ഒരു നിസ്കരിക്കാത്ത അതിഥിക്ക് ഏത് പ്ലേറ്റിലായിട്ടിക്കടുന്നാണ് ഫുഡ് കൊടുക്കണായ. അങ്ങനെ ചിന്തിച്ചിട്ടാകുമ്പോൾ അയിമെന്താക്കിയിട്ട് അവിടെ നായിക ഫുഡ് കൊടുക്കണ എനിക്ക് എത്ര പാത്ര ഒരു പ്ലേറ്റിന് ആ പ്ലേറ്റിലായിട്ടിക്കടെ ഫുഡ് ഇട്ടിട്ട് ഈ ഒരു നിസ്കരിക്കാത്ത ആൾ കൊടുക്കരുത്. അയാൾ ഈ ഫുഡ് തിന്നിട്ട് പോയാൽ പിന്നെ മഹാനായിട്ടുള്ള ഇമാം ഗസാലി റഹിമഹുല്ല ഔത്തുകമുണ്ട്. വന്നിട്ടാകുമ്പോൾ ഈ പെണ്ണിങ്ങ ചൊല്ലോ ഇങ്ങനെ ഇതാ ഒരാൾ നിങ്ങളെ അതിഥിയുടെ ഇന്തല്ലേ അയാൾ നിസ്കരിക്കാത്ത ആളുള്ളതാണ്. അയാൾ എന്താക്കിയ ഞങ്ങൾ നായി കൊടുക്കണ എനിക്കത്തെ ആ ഒരു പാത്രയില്ല അതിലായിട്ടിക്കിടുന്നാണ് ഫുഡ് കൊടുത്തോണ്ട്. അപ്പോൾ ഗസാലി ഇമാം നേരെ എന്താക്കിയിട്ട് പോയിട്ട് ആ കൊടുത്ത ഗണിക്കത്തെ ഈ താരിഖ് സ്വലാത്ത് നിസ്കരിക്കാത്ത ആൾ തിൻ്റെ ഗണിക്കത്തെ നായി കൊടുക്കുന്ന ഗണിക്കത്തെ ആ ഒരു പ്ലേറ്റിൽ അതിലെ പൊടിയാക്കിയിട്ടിട്ട് എന്നിട്ട് ഇമാം ഗസാലി റഹിമഹുല്ല ചൊന്ന എനിക്കത്തൊരു പലക്കമുണ്ട്. ഈ ഒരു പ്ലേറ്റ് ഈ ഒരു ഇത്ര നാൾ നായി തിൻ്റെ ഗണിക്കത്തെ ആ ഒരു പ്ലേറ്റിൽ ഇടത്തിൽ ഈ താരിഖ് സ്വല നിസ്കരിക്കാത്ത ആൾ തിന്നിട്ട് തൊന്തരയില്ല. അതേ സമയത്ത് നിസ്കരിക്കാത്ത ആൾ തിൻ്റെ ആ ഒരു പാത്രയിൽ ഇടത്തിൽ ആര് തിന്നോതീര നായി തിന്നുകരെ നായുടെ ബല പോലും
പോലും അറിയില്ല ഈ ഒരു നിസ്കരിക്കാത്ത ആളുകളില്ല. അയാൾ ചോരക തീരെ ബലയില്ലാണ്ടായിട്ട് അത്രമാത്രം വലിയൊരു വിഷയമായിട്ട് നിസ്കരിക്കാണ്ടിക്കാൻ ചൊല്ലത്. അതുകൊണ്ട് ശ്രദ്ധിക്കണ എനിക്ക് എത്ര വിഷയമായിട്ട് അല്ലെ ഒരു ഞങ്ങൾ ഒരു മോലെ മങ്ങിലാക്കി കൊടുക്കുന്ന സമയത്തിൽ അവൻ്റെ സമ്പത്ത്, അവൻ്റെ കാസ്, അവൻ്റെ പൈസ നോക്കണ മാത്രമല്ല അവൻ 5 നേരം നിസ്കരിക്കാണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒന്നും വേണോ ഇല്ലാണ്ട് കണ്ടെങ്കിൽ അങ്ങനത്തെ മങ്ങിനാക്കി കൊടുക്കോ തീരാണ്ടായിട്ട് എവിടത്തോളം ചൊന്നെങ്കിൽ ഒരു ബാപ്പായവണോ നിസ്കരിക്കാത്ത ബാപ്പായവണോ ആ മോലെ മങ്ങിലാക്കി കൊടുക്കൂ, നിക്കാഹാക്കി കൊടുക്കൂല എനിക്ക് അർഹത പോലും അവനക്ക് ഇല്ലാണ്ടായിരിക്കട്ടെ. പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പാടി തന്നെ എനിക്കത്തൊരു വിഷയമായിട്ട് അല്ലേ. ഒരാൾ രോഗിയായിട്ടുള്ള എനിക്കത്തെ ഒരു മനുഷ്യരെ കാണുമ്പോഴത്തേക്കോ ആ രോഗിയെ അയാൾ കാണാത്ത രൂപത്തിൽ അവിടെ ശുക്ർ സുജൂദ് ചെയ്യണം. കാരണം എന്ത് അങ്ങനത്തെ റോബ എന്നിട്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിച്ചില്ലല്ലേ ചെന്നിട്ട് അവിടെ ആ ഒരു ശുക്ർ സുജൂദ് ചെയ്യുണ്ടായിരിക്കട്ടെ. അതേ സമയത്തുള്ള നിസ്കരിക്കാത്ത ആൾ കണ്ടെങ്കിൽ അയാൾ എതിരിൽ വെച്ചിട്ട് ശുക്ർ സുജു റബ്ബെ നക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ, ഇങ്ങനത്തെ ഒരു പരിസ്ഥിതി നീ എത്തുമാട്ടില്ലല്ലേണ്ട് അവിടെ ശുക്ർ സുജൂദ് അയാൾ എതിരിൽ വെച്ചിട്ട് ചെയ്യുണ്ടായിരിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കണ എനിക്കത്തെ ഒരു വിഷയമായിട്ടിക്കടെ നിസ്കരിക്കാണ്ടിക്കാൻ ചൊല്ലു. അതേപോലെ നിസ്കാര ഖളാ ആക്കണ എനിക്ക് ആൾമാറുള്ള ചില ആൾമാർ സ്വർത്ത് പോയിട്ട് വന്നിട്ട് അതാ ളുഹർ അസർ മഗ്രിബ് എല്ലാം ജാവുമെന്ന് ഖളാ വിട്ട് എനിക്ക് അവസ്ഥ. സുബ്ഹാനല്ലാഹ്, പഠിച്ചോൻ സലാമത്താക്കട്ടെ. ഒരു നിസ്കാര ഖളാവുമ്പോൾ ആകാശ ഭൂമി അവിടെ ശപിക്കൊണ്ടായിട്ടിക്കടെ, ചെറിയ വിഷയമല്ല. ചില ഉമ്മമാർ അങ്ങനെ ഉണ്ട്, അതാ ളുഹർ നിസ്കരിക്കടെ എപ്പായിട്ടിക്കടെ ആ അസർ ബാങ്ക് കൊടുക്കും അവിടെ സമയത്തിലായിട്ട് നിസ്കരിക്കട്ടെ. പഠിച്ചോണക്ക് ചമ്മ ഇഷ്ടമായ ടൈം ചെയ്തെങ്കിൽ അവല് വക്തിൽ ആ ഒരു ബാങ്കായ സാത്തിൽ ആ ഒരു നിസ്കരിക്കാൻ ചൊല്ലിയത് അതൊരു നല്ല ടൈമായിട്ടിക്കടെ, നല്ല പ്രതിഫലമില്ല എനിക്ക് എത്ര ടൈമായിട്ടിക്കടെ. ഇത് ലാസ്റ്റ് വെച്ചിട്ട് അത് ചിലപ്പോൾ ഖളാ അവിടെ എനിക്ക് എത്ര അവസ്ഥയല്ല. ചില ഔത്തുള്ളൂ ചില ഉമ്മമാർ ആക്കരുത്. ഈ സ്വരത്തെ എത്രേ ബിസി കണ്ടെങ്കിൽ റബ്ബിടെ മുന്നിൽ ആ സുജൂദിൻ്റെതായിട്ടിക്കടെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയം ചൊല്ലി. ചില ഉമ്മമാരെങ്ങനെ എന്തെങ്കിലും എവിടെ പോകുമ്പോൾ അങ്ങനെ ബാഗിൽ ഒരു കമീസ് മക്കൾ അങ്ങനെ വെച്ചൊള്ളുവാർ. അവിടെ ടൈം കണ്ടെങ്കിൽ അങ്ങനെ ഫസ്റ്റ് ചിന്ത ഇങ്ങനെ നിസ്കരിച്ചിട്ടില്ല, വേഗം ഒന്ന് നിസ്കരിക്കൊണ്ടായിട്ടിക്കടെ അങ്ങനെ ആ ഒരു തലയിലുള്ളത് അത്രമാത്രം ശ്രദ്ധിക്കണ എനിക്കത്തെ ഉമ്മമാറുള്ള ചില. പിന്നെ ഫംഗ്ഷൻ്റെ അവിടെ അല്ലെങ്കിൽ മംഗലത്ത് പോയി കണ്ടെങ്കിൽ പിന്നെ നിസ്കാര ഖളാമായിട്ടിക്കടെ പുതിയങ്ങും നിസ്കാരമില്ല, ഔത്തരങ്ങും നിസ്കാരമില്ല, ആവർക്കും നിസ്കാരം വാത്സൽ നിസ്കരിക്കാത്ത എനിക്ക് എത്ര അവസ്ഥ. ആ മംഗലത്തിൽ ഒരു ബറക്കത്തിക്കുക, ആ ഒരു മംഗലത്തിൽ ഒരു നെമ്മതി കിട്ടുവാണ്ട് നിങ്ങൾ ആലോചനാക്കി നമുക്ക് ഏതായിട്ടും എന്നാണ് ഓർമ്മയാക്കേണ്ടത്. ആ നിസ്കാരത്തെ വിഷയത്തിൽ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. എൻ്റെ പരിശുദ്ധമായ ഖുർആൻ എങ്ങനെ ചൊന്നേ ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കട എനിക്ക് താൽമാർഗെ വൈലും ചൊല്ലി എനിക്ക് നരകം അങ്ക് നാശമായിട്ടിക്കട നരകമായിട്ടിക്കട ഖുർആൻ ചൊല്ലോ. നിസ്കരിക്കട ആൽമാർ എങ്ങനെ നിസ്കരിക്കടേ ഖളാ ആക്കിയിട്ട് നിസ്കരിക്കണ എനിക്ക് ആൽമാർ, നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്ത എനിക്ക് ആൽമാർ, ഇങ്ങനത്തെ ആൽമാർക്ക് വലിയ ശിക്ഷ ഉണ്ടുണ്ടായിട്ടിക്കടെ. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പാടിത് എവിടത്തോളം എന്നെങ്കിൽ ഒരാളെ നിസ്കരിക്കാത്ത ആളെ സംബന്ധിച്ചോടത്തോളം അയാളെ ജീവിതത്തിൽ അയാളെ കുറേ അപകടങ്ങൾ കുറേ പിന്നെ വിപത്തുങ്ങായിട്ട് ഇവിടെ പഠിച്ചുകൊണ്ട് കൊടുക്കുന്നത്. ഒന്നാമത്തേത് അയാളെ ജീവനത്തിൽ ഒരു സമാധാനം ചൊല്ലി വിഷയിക്കൽ. രണ്ടാമത്തേത് സ്വാലിഹീങ്ങൾ ലക്ഷണം അയാളെ മുഖത്തിൽ അള്ളാഹു തആല അതിൽ എടുത്തു കളയുണ്ടായിരിക്കട്ടെ. മൂന്നാമത്തൊരു വിഷയം അയാൾ എത്ര ദുആ കണ്ടെങ്കിലും ആ ദുആ പഠിച്ചുകൊണ്ട് സ്വീകരിക്കലാണ്ടായിരിക്കട്ടെ. നാലാമത്തൊരു വിഷയം സ്വാലിഹീങ്ങൾ ദുആർക്കും അലിപ്പ പള്ളിയിൽ അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, എല്ലാ മുഅ്മിനീങ്ങ നീ പുറത്തു കൊടുക്കണോ, റഹ്മത്ത് ചെയ്യണമെങ്കിൽ എല്ലാ മുഅ്മിനീങ്ങ വേനായിട്ട് ദുആ ഇറക്കുമ്പോൾ ആ ദുആൽ ഇങ്ങ പെടലാണ്ടായിരിക്കട്ടെ. അഞ്ചാമത്തൊരു വിഷയം ചൊല്ലുന്നത് അല്ലെ അങ്ങനെ ആ മരണ അവസാന സമയം ഭയങ്കര കഷ്ടമായിട്ടുള്ള എനിക്കത്തെ ഈമാൻ നഷ്ടപ്പെട്ടു പോകണമെങ്കിൽ എനിക്കത്തൊരു അവസ്ഥയായിട്ടിങ്ങനെ മൗത്തും ചൊല്ലുന്നത്. ആറാമത്തെ ഒരു വിഷയം ചൊല്ലുന്നത് ഖബറിൽ ഭയങ്കരമായിട്ടുള്ള അദാബ്, മഹ്ശറകത്തിങ്ങ വലിയ അദാബ്, നരകത്തിൽ വലിയ അദാബ് അല്ലേ. ആ പരിശുദ്ധമായ ഖുർആൻ ചൊന്നില്ലേ നരകത്താൽമാരയിൽ കേട്ടാൽ നിങ്ങൾ എന്തുകൊണ്ട് നരകത്തുക വന്നാറ് ഞങ്ങൾ നിസ്കരിച്ചുകൊണ്ടില്ലാത്ത അങ്ങ് ചൊന്നാറുണ്ട്. അപ്പൊ നിസ്കരിക്കാത്തവണുകോ നരകത്തികത്തിക്കും വലിയ അദാബ്, ഇങ്ങനെ വലിയ കഷ്ടമായിരിക്കും. നിസ്കാര വിട്ടിട്ടില്ല എനിക്ക് എത്ര ഒരു കലി ഞങ്ങൾ ലൈഫിൽ ഉണ്ടാകുക. കൃത്യമായിട്ട് നിസ്കാരത്തെ വിഷയം ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കൊണ്ടായിട്ടില്ലെങ്കിൽ പഠിച്ചോണ്ട് ആ ഒരു അർസ പഠിച്ചോണ്ട് ആ ഒരു പൊരുത്തക്കേട് എപ്പോഴും നമുക്ക് വറകു സാധ്യത ഉണ്ട്. നമുക്ക് ബണ്ടുണ്ടായിട്ടിക്കടെ റബ്ബ് സലാമത്താക്കി തരുമാറാകട്ടെ. ഇനിയിപ്പോൾ സാധാരണ ചൊല്ലി എനിക്ക് എത്ര വിഷയമായിട്ടിക്കടെ മാപ്പിൽ നിസ്കരിക്കില്ല, മക്കങ്ങ നിസ്കരിക്കില്ല. അപ്പോൾ എന്തെങ്കിലും ആത്മീയമായിട്ടുള്ള പരിഹാരം ചൊന്തറോ അതൊക്കെ മഹാന്മാർ
ചുന്തണ്ടാറ് ചുന്നെങ്കിൽ ഫസ്റ്റ് ഒരു ഗ്ലാസ് തന്നി എടുക്കുക. ആ തന്നിക്ക് ഇബ്രാഹിമിയ സ്വലാത്ത് നിങ്ങൾ സാധാരണ അത്തഹിയാത്തിൽ ലാസ്റ്റ് ചൊല്ലി എനിക്കത്തെ ഇബ്രാഹിമിയ സ്വലാത്ത് ഉറുപട്ട് ചൊല്ല. അതിൽ പിന്നെ സൂറത്തുൽ ബഖറയിൽ എനിക്കത്തെ ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഈ ഒരു ആയത്ത് 101 വട്ടം ഓതിട്ട് ഇഷ്ഫീൻ ചൊന്നിട്ട് ആ തന്നിക്ക് ഓതാ. അതിൽ പിന്നെ ഒപ്പാസുർക്ക് ഇബ്രാഹിമിയ സ്വലാത്ത് ഇനൊറുപട്ട് ചൊന്നിട്ടും ആ ഇഷ്ഫീൻ ചൊന്നിട്ട് ഊതിട്ട് ആ ഒരു തന്നി അത് ചായത്തിലായിട്ട് അല്ലെങ്കിൽ കരിക്ക് വീത്തിട്ട് എങ്ങനെ സൗകര്യമാവിടെ എന്താക്കുക അങ്ക് കൊടുത്തിട്ടു. അങ്ങനെ ഒരു സാധാരണ ഒരു 21 അല്ലെങ്കിൽ ഒരു 41 ഇങ്ങനെ ഞങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ടായിട്ടിക്കടെ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നിസ്കരിക്കോ മടിയുന്നതിന് കണ്ടെങ്കിൽ യാ കവിയു യാ മത്തീന് ചൊല്ല എനിക്ക് ദിക്കർ എല്ലാ നാളും ഒരു 130 വട്ട എല്ലാ ഡെയിലി ചൊല്ലാണ് കണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിസ്കാരത്തിൽ നല്ലൊരു ആവേശം കിട്ടുന്നുണ്ടായിട്ടിക്കടെ. അപ്പോൾ ഈ ഒരു വിഷയം ഒന്നാമത്തേത് തീരെ നിസ്കരിക്കാത്ത ആൾമാർക്ക് ചൊന്ന് സൂറത്തുൽ ബഖറയിൽ എനിക്കത്തെ ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഈ ഒരു ആയത്ത് 101 വട്ടം എന്താക്കുക ഓതിട്ട് ഒരു ഗ്ലാസ് തന്നി ഓതിട്ട് അതിന് മുന്നൊരു ഒരു ഇബ്രാഹിം സ്വലാത്ത് അതിൽ പിന്നെ ഒരു ഇബ്രാഹിം സ്വലാത്ത് ചൊന്നിട്ട് ഇഷ്ഫീൻ ചൊന്നിട്ട് ഊതിട്ട് എന്താക്കുക തന്നില അല്ലെങ്കിൽ ജ്യൂസില അല്ലെങ്കിൽ കരിയില അല്ലെങ്കിൽ ചായത്തില ഇങ്ങനെ ആയിട്ട് എന്താക്കുക മാപ്പിളുകാല മക്കങ്ങൾ അങ്ക് എന്താക്കുക ഇങ്ങനെ ഒരു 41 നാൾ അല്ലെങ്കിൽ 21 നാൾ ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കാണ്ടായിട്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അങ്ങനെ മടിയുന്നതിനുണ്ടെങ്കിൽ യാ കവിയു യാ മത്തീൻ യാ കവിയു യാ മത്തീൻ ഇതെന്താക്കുക ഒരു 130 വട്ടം ഡെയിലി ഞങ്ങൾ ചൊല്ലാണെന്നുണ്ടെങ്കിൽ നിസ്കാരത്തിലെ ഇബാദത്തിലെ വലിയ ആവേശമായിട്ട് കിട്ടുന്ന കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾ എന്താക്കുറോ ആ എത്ര നിങ്ങൾ ഷെയർ ആക്കുറോ എല്ലാ ആൾമാർക്കും ഇത് എത്തുപാട്ടി കൊടുക്കുള്ളൂ. ആണെങ്കിൽ നിസ്കരിക്കാത്ത ആ ബേജാറിൽ നിന്ന് അങ്കും വലിയൊരു പരിഹാരം ഇത് അവിടെ പഠിച്ചോണോ മരിക്കടത്തോളം നിന്റെ നിസ്കരിക്കുക റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നിസ്കരിക്കടെ ആ നിസ്കാരത്തെ ഇഷ്ടപ്പെട്ട് അതിൽ വലിയ പിറസ വെക്കുന്ന ആൾമാരുടെ കൂട്ടത്തിൽ പഠിച്ചോ നിങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഒരു നിസ്കാരം ഖളാ ആക്കിട അവസ്ഥ നഷ്ടപ്പെട്ട എനിക്കത്തെ അവസ്ഥ റബ്ബെ ഞങ്ങളുടെ ലൈഫിൽ നീ ബർപ്പാടിരണ്ട റബ്ബെ ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണോ അള്ളാഹുവെ. എല്ലാ നാളും കൃത്യമായിട്ട് നിനക്ക് ഇഷ്ടമാവുന്ന രൂപത്തിൽ നിസ്കരിക്കുക സുജൂദ് ചെയ്യുക റബ്ബെ. നീ തൗഫീഖ് തരണോ അല്ലാ, നീ തൗഫീഖ് താ അല്ലാ. നിങ്ങൾ എല്ലാവരും ഈമാൻ നീ സലാമത്തിലാക്കണോ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.